സമ്പത്തിൻ്റെ നിയമങ്ങൾ എന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ സംസാരിക്കുന്നത് എന്താണ് സമ്പത്ത്, അല്ലെങ്കിൽ ദ ഫസ്റ്റ് റൂൾ ഓഫ് വെൽത്ത് ദേ നെവർ ടീച്ച് ഇൻ സ്കൂൾസ്. എന്തുകൊണ്ടാണ് സ്കൂളിൽ സമ്പത്തിനെ പറ്റി പഠിപ്പിക്കാതിരുന്നത്? ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ട സമ്പത്തിനെ പറ്റി, പക്ഷെ പഠിപ്പിക്കാത്ത സമ്പത്തിന്. യഥാർത്ഥമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പണം നേടുക എന്നത് ഒരു ഭാഗ്യമല്ല, അതൊരു കലയാണ് എന്ന് തിരിച്ചറിയണം. ആ കല പരിശീലിക്കാൻ കഴിയുന്നതുമാണ്. പക്ഷേ അത് പലർക്കും പരിശീലിപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ തിരിച്ചറിവാണ് നമ്മളുടെ സാമ്പത്തിക വിജയം മാറ്റാൻ തുടങ്ങുന്നത് എന്നറിയാം. അപ്പോൾ നിങ്ങൾ ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഈ വരുന്ന സീരീസിനെ നിങ്ങൾ കാര്യമായിട്ട് കാണുക, സമ്പത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ സ്കൂളുകൾ നമ്മളെ പഠിപ്പിച്ചതെല്ലാം ഓൺലി ജോബ് ഫോക്കസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നതാണ്. നമുക്ക് ധനികരാകാൻ ഒരു സ്കൂളും പഠിപ്പിച്ചിട്ടില്ല, പണം നേടുന്ന കലയെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് സാധ്യമാകുന്നില്ല? നമുക്കത് പഠിക്കാൻ സാധിക്കും. ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ സീരീസിൽ നിങ്ങൾക്കൂടെ സാധിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ തത്വം പറയുന്നത്, കോർ പ്രിൻസിപ്പിൾ ഓഫ് മണി എന്ന് പറയുന്നത് പണത്തിൻ്റെ ഉടമയാകുക എന്നതാണ്, അല്ലാതെ പണത്തിൻ്റെ അടിമയാകുക അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് പഠിക്കുക. അതായത് പണത്തെപ്പറ്റി നമ്മൾ ഭയവും പ്ലസ് അജ്ഞതയും കൂടുമ്പോഴാണ് പണത്തിൻ്റെ അടിമയായി മാറുന്നത്. പണത്തെ മനസ്സിലാക്കുക പ്ലസ് നിയന്ത്രിക്കുക എന്നത് സമ്പത്തിൻ്റെ ഉടമയായി മാറുന്ന പ്രക്രിയക്കാണ്. ഉദാഹരണം, 5,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ വരുമാനമുണ്ടാകുമ്പോൾ ചിലവുകൾ നിയന്ത്രിക്കാതെ പോകുന്നവൻ ധനികനാകില്ല എന്നറിയുക. എന്നാൽ വരുമാനത്തിൽ 20% നിക്ഷേപിച്ചാൽ 50% ചെലവാക്കി ബാക്കി ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ചാൽ 20% നിക്ഷേപിച്ചാൽ മതി, അവന് പണക്കാരനാവാൻ പറ്റും. ഇതെപ്പോഴും മനസ്സിലാക്കി വെക്കുക. ബി സ്പെസിഫിക് ഫസ്റ്റ് റൂൾ, എപ്പോഴും ആദ്യ നിയമം മനസ്സിലാക്കുക. അതായത് തെറ്റായ ചിന്ത എന്താണെന്ന് അറിയുക. എനിക്ക് കൂടുതൽ പണം വേണം എന്ന് പറയുന്നത് തെറ്റായ ഒരു ചിന്തയാണ്. ശരിയായ ചിന്ത എന്ന് പറയുന്നത് എൻ്റെ പണം കൈകാര്യം ചെയ്യാനും വളർത്താനും എനിക്ക് യോഗ്യത വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഫുൾ സീരീസ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ബിസിനസ് മാസ്റ്ററി ഹബിൻ്റെ പോഡ്കാസ്റ്റിൽ കാണാൻ പറ്റും. അവിടെ ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്, നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ഷണബിൾ ടാസ്ക് എടുക്കുക. അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ നിങ്ങളുടെ വരുമാനവും ചെലവും എത്രയാണെന്ന് മോണിറ്റർ ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് മനസ്സിലാക്കുക എൻ്റെ പണം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഫലം ഒന്ന് താഴെ നിങ്ങൾക്ക് ഇതിന് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക, നിങ്ങൾ ഫ്യൂച്ചറിൽ ഒന്നുകൂടി ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക്, ഫ്രണ്ട്സിനും കൂടി